ത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഈ വചനം ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വചനം, മരിച്ചതെ ജീവിപ്പിക്കുന്ന വചനം. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു. മതി. ഹല്ലേലൂയ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു. ദൈവവചനത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വാക്യം തുടങ്ങുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം ഒന്ന് നാം മനസ്സിലാക്കണം. ഏത് കാലഘട്ടം? ഹല്ലേലൂയ. സ്തോത്രം. ലോക ചരിത്രത്തെ നാം ചിന്തിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, പല സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റു. ഒന്നാമത്തെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മിസ്രയീം സാമ്രാജ്യം, ഫറവോനിയസ് സാമ്രാജ്യം. ഫറവോനിയസ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ 430 സംവത്സരങ്ങൾ ഇസ്രായേൽ ജനം അടിമകളായിരുന്നു. എല്ലാവരും ഇവിടെ ഉണ്ടോ? കണ്ണു തുറന്നു നോക്കണേ. ഹല്ലേലൂയ. 430 സംവത്സരങ്ങൾ അടിമകളായി ജീവിച്ചു. ഹല്ലേലൂയ. അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അവർക്ക് വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ദേശം തരും. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ദേശം തരുമെന്ന് പറഞ്ഞതുപോലെ ആ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. കൊണ്ടുവരുന്ന സമയത്ത് മരുഭൂമിയിൽ വെച്ച് ദൈവം പ്രമാണം എഴുതി കൊടുത്തു. ഹല്ലേലൂയ. നിയമപ്രമാണം അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ചട്ടം ദൈവം എഴുതി കൊടുത്തു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. അതിൽ പ്രധാനമായി എഴുതി കൊടുത്ത കൽപ്പന എന്ന് പറഞ്ഞാൽ 10 കൽപ്പന. 1-ാമത്തെ കൽപ്പന പറഞ്ഞേ, ഞാൻ അല്ലാതെ വേറെ ദൈവം നിനക്കുണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന, ആമേൻ, ആകാശത്തിൻ്റെ കീഴിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, വെള്ളത്തിലോ ആകാശത്തിലോ പറവയ്ക്കോ സാദൃശ്യമായി ഒരു സ്വരൂപത്തെയോ വിഗ്രഹത്തെയോ നീ നിനക്ക് എന്നെ ചെയ്യരുത്, ഉണ്ടാക്കരുത്. 3, ആമേൻ, ദൈവത്തിൻ്റെ നാമത്തെ വെറുതെ എടുക്കരുത്. 4, ആമേൻ, ശാബത്ത് അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ദിവസം നീ അനുസരിക്കണം. ഇന്ന് പലരും ദൈവത്തിൻ്റെ ദിവസത്തിലാണ് ജോലി ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ദിവസത്തിലാണ് ഹല്ലേലൂയ സ്വന്തം കാര്യം ചെയ്യുവാൻ പോകുന്നത്. ആലയത്തിൽ വന്നാൽ പോലും ആരാധനയ്ക്ക് പൂർണ്ണമായ ആ സമയം ഇരിക്കുവാൻ കഴിയാതെ ഇടയ്ക്ക് പോകുക വരിക, ഇതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളെ ആമേൻ തെറ്റിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ 6 ദിവസങ്ങൾ ദൈവം നമുക്ക് തരുന്നു. 6 ദിവസവും ജോലി ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. 6 ദിവസവും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് സമയങ്ങൾ ദൈവം തരുന്നു. എന്നാൽ 7-ാമത്തെ ദിവസം ദൈവത്തിനുള്ളത് 1 ദിവസം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഞാൻ ആവാഹം വിടുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മറ്റുള്ളവരുടെ യാതൊന്നിനെയും നീ എന്നരുത്, മോഹിക്കരുത് എന്ന 10 കൽപ്പനകളെ ദൈവം നൽകി. ഹല്ലേലൂയ. അവരെ വാഗ്ദത്ത ദേശത്തിൽ ദൈവം കൊണ്ടാക്കി. ശൗൽ, ദാവീദ്, ശലോമോൻ എന്ന് പറയുന്ന രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. ആമേൻ. വേഗത്തിൽ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ശലോമോൻ 40 ആണ്ടുകൾ ഭരിച്ചു. ശലോമോന് ദൈവം നല്ല ബുദ്ധി കൊടുത്തു, നല്ല ജ്ഞാനം കൊടുത്തു. ശലോമോൻ ദൈവത്തിൻ്റെ ആലയം പണിതു. ഹല്ലേലൂയ. ബുദ്ധി ലഭിച്ചതോ ജ്ഞാനം ലഭിച്ചതോ ഐശ്വര്യം ലഭിച്ചതോ ആലയം പണിതതോ ഒന്നും ദൈവത്തിൻ്റെ സന്നിധി വലിയ കാര്യമല്ല. ഒന്നുകൂടെ പറയാം, ബുദ്ധി കൂടിയതോ ആമേൻ ലോകത്തിൽ ധനം വർദ്ധിച്ചതോ ആമേൻ ഹല്ലേലൂയ ആർക്കും പണിയുവാൻ കഴിയാത്ത വലിയ ആലയം ദൈവത്തിന് വേണ്ടി പണിതതോ വലിയ കാര്യമല്ല. എന്നാൽ പ്രമാണം അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ശലോമോന് ബുദ്ധി വർദ്ധിച്ചപ്പോൾ, ജ്ഞാനം വർദ്ധിച്ചപ്പോൾ, ഐശ്വര്യം വർദ്ധിച്ചപ്പോൾ അവൻ ഓരോ ദേശത്തിൽ ചെന്ന സ്ഥലത്തെല്ലാം പെണ്ണുങ്ങളെ കണ്ടു, കന്യകമാരെ കണ്ടു. തനിക്ക് ബോധിച്ചതുപോലെ അവൻ വിവാഹം കഴിച്ചു. ഹല്ലേലൂയ. ഏകദേശം 1000 പേരെ അവൻ കെട്ടി. ആമേൻ. കൽപ്പന ലംഘിച്ചു. ആമേൻ. വ്യഭിചാരം പാപം, കൺമോഹം പാപം, ജഡമോഹം പാപം. സ്തോത്രം. ദൈവമക്കളെ, പാപത്തെക്കുറിച്ച് ഭയപ്പെടണം. പാപം ജീവിതത്തെ തകർക്കും, പാപം കുടുംബത്തെ തകർക്കും, പാപം ദേശത്തെ തകർക്കും, പാപം രാജ്യങ്ങളെ തകർക്കും. മനോഹരമായി ഉയർത്തപ്പെട്ട ശലോമോൻ്റെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം, ഹല്ലേലൂയ, യഹൂദന്മാരുടെ രാജ്യത്തെ ദൈവം പറഞ്ഞ നിയമപ്രകാരം
നിയമലംഘനങ്ങൾ ഉണ്ടായപ്പോൾ അന്യജാതിക്കാരുടെ കയ്യിൽ ദൈവം അവരെ വിറ്റു. ശാലോമോൻ പോയി വിവാഹം ചെയ്ത സ്ഥലത്ത് നിന്നെല്ലാം ഓരോ പെണ്ണുങ്ങൾ വന്നവർ പറഞ്ഞു, എൻ്റെ ആലയം പണിയണം. അങ്ങനെ അവരുടെ അമ്പലങ്ങൾ പണിതു, അവരുടെ വിഗ്രഹങ്ങൾ ഓരോ സ്ഥലത്തും വച്ചു. ഇസ്രായേൽ എന്ന മനോഹരമായ ദേശത്ത്, വിഗ്രഹാരാധനകളില്ലായിരുന്ന ദേശത്ത് വിഗ്രഹാരാധനകളെ കൊണ്ടുവന്നവൻ ശാലോമോൻ എന്ന് പറയുന്ന രാജാവ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദർശനമുള്ളവനായിരുന്നു, വെളിപ്പാടുള്ളവനായിരുന്നു, ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു, യഹോവയ്ക്ക് യാഗപീഠം പണിതവനായിരുന്നു, യാഗമർപ്പിച്ചവനായിരുന്നു, മനോഹരമായ ദേവാലയം പണിതവനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം നല്ലതായി മാറിയില്ല. ഹല്ലേലൂയ. വിഗ്രഹ ആരാധനകൾ വർദ്ധിച്ചു, ദൈവം അവരെ വിറ്റുകളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വിൽക്കപ്പെട്ട ജനം ബാബേലിലേക്ക് അടിമകളായി പോയി. അടിമകളായിരുന്നവർ അവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം, ആമേൻ, ഹല്ലേലൂയ, എസ്ര, നെഹെമിയാവ്, സെരുബാബേൽ, യോശുവ എന്ന് പറയുന്ന ഹല്ലേലൂയ ദൈവമക്കളെ എഴുന്നേൽപ്പിച്ചു വീണ്ടും പ്രവാസത്തിലിരുന്നവരെ മടക്കിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു കോരേസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ കോരേസ് തകർക്കപ്പെട്ട ആലയത്തെ വീണ്ടും പണിതു. ഹല്ലേലൂയ. അതിനുശേഷം ഏതാണ്ട് 400 വർഷക്കാലങ്ങൾ ഒരു സൈലന്റ് പീരിയഡായി. ഹല്ലേലൂയ. ദൈവവചനമില്ല, സംസാരമില്ല, ഒന്നുമില്ല. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നിയമം അനുസരിച്ച, യഹോവയെ ഭയപ്പെട്ട ഒരു കുടുംബം അവിടെ എഴുന്നേറ്റു. വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹൂദ രാജാവായ ഹേരോദാസിന്റെ കാലഘട്ടത്തിൽ അബിയാക്കൂറിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേര്. നിൽക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ദൈവവചനം അവിടെ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? ആമേൻ. തോന്നിയതുപോലെ വിവാഹം കഴിക്കരുത്, ബോധിച്ചവരെ വിവാഹം കഴിക്കരുത്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാത്ത കാലഘട്ടത്തിൽ, റോമ സാമ്രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അന്ന് അബിയാക്കൂറിൻ്റെ ഹല്ലേലൂയ കുടുംബത്തിൽപ്പെട്ടവൻ, അഹരോന്റെ പുത്രിമാരിൽപ്പെട്ടവളായി എലിസബത്ത്, ഒരു പുരോഹിത വർഗത്തിൽപ്പെട്ട ആമേൻ സഖറിയായും, ഒരു പൗരോഹിത്യ വർഗത്തിൽപ്പെട്ട വിളിയും തെരഞ്ഞെടുപ്പുമുള്ള അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായ എലിസബത്തും വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. വിവാഹത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുവാദം കൊടുക്കണം. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവർ, വചനം അനുസരിക്കുന്നവർ, യഹോവയെ ആരാധിക്കുന്നവർ, കുടുംബജീവിതമെന്ന് വരുമ്പോൾ ദൈവ ഭയമുള്ളതിനെ തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. പറയുന്നില്ല. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ കേൾക്കണം. ആമേൻ. ഹല്ലേലൂയ. നിന്നെ പ്രലോഭിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിന്നെ വശീകരിക്കുന്ന, നിന്നെ മയക്കുന്ന, നിനക്ക് ഹല്ലേലൂയ സ്തോത്രം മധുര വാക്കുകൾ പറയുന്ന പലരും നിൻ്റെ മുൻപിൽ വരാം. അടിമപ്പെട്ടു പോകരുത്. പുറകിലിരിക്കുന്ന ചില സഹോദരിമാർ, പുറകിലിരിക്കുന്ന ചില സഹോദരന്മാർ നല്ല ഉദാഹരണമാണ്. എന്തിന്? നല്ല കുടുംബജീവിതത്തിനല്ല, തകർക്കപ്പെട്ട ചില കുടുംബജീവിതത്തിൻ്റെ ഉടമകൾ ഈ ആലയത്തിലുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഒരു യൂത്ത് മീറ്റിംഗ് വെച്ചിട്ട് ഇവരെല്ലാം കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കണം. ഇന്ന് അവരനുഭവിക്കുന്ന കഷ്ടത, ഇന്നവർ കടന്നു പോകുന്ന വേദന ഈ തലമുറകളോടൊന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. തകർക്കപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, എൻ്റെ ജീവിതം തകർന്നതിന് കർത്താവ് കാരണമല്ല, ജീവിതം തകർന്നതിന് മാതാപിതാക്കൾ കാരണമല്ല. അവനവൻ തൻ സുയേച്ഛയിനാലെ ഇളുക്കപ്പെട്ട് സിക്കൊണ്ട് ചോദിക്കപ്പെടുகிறாൻ. വന്ന് ഒരു ദിവസം ഈ കുഞ്ഞുങ്ങളോട് പറയണം, കുഞ്ഞെ, എൻ്റെ ജീവിതം
തകർക്കപ്പെടുവാൻ ഞാനാണ് കാരണമായത്. ഞാൻ ചെയ്തത് ഇന്നും എൻ്റെ ജീവിതത്തിൽ വേദനയാണ്. രാത്രി കിടന്നുറങ്ങിയാൽ ഞാൻ കണ്ണുനീരാണ് ആഹാരമായി ഭക്ഷിക്കുന്നത് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു തലമുറയും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. തകർക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കാം. കർത്താവ് എന്നെ മടക്കി കൊണ്ടുവരണമേ, എന്നെ പണിയണമേ. ദൈവം പണിയും. ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സക്കറിയാവും എലിസബത്തും വിവാഹിതരായി. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം കഴിഞ്ഞ വിവാഹത്തിൽ എന്നല്ല, തലമുറയില്ല. ഇനി അടുത്ത വാക്യം അവരെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു സാക്ഷ്യമാണ്. വായിച്ചാട്ടെ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. നമ്മെക്കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയണം. നിഷ്കളങ്കർ, നേരുള്ളവർ, കർത്താവിൻ്റെ കൽപ്പനകളിൽ അവർ നിഷ്കളങ്കരായി നടക്കുന്നവർ. ആമേൻ പറഞ്ഞേ. യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. ഒരു നത്താൻ വേലക്കുറിച്ച് കർത്താവ് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. അവൻ വേദപുസ്തകത്തിൽ പലരെയും കുറിച്ച് കർത്താവ് സാക്ഷ്യം പറഞ്ഞു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു ദിവസം വരുമ്പോൾ കർത്താവ് എന്നെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നത് എനിക്ക് കേൾക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. നല്ലത്. അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അനേകത്തിൻ്റെ മേൽ അധികാരിയായി വയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം ഈ ലോകത്തിലില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം എന്ത് തന്നെ വേണമെങ്കിലും പറയട്ടെ, മനുഷ്യർ എന്ത് വേണമെങ്കിലും പറയട്ടെ, ഈ ലോകത്തിലുള്ളവർ നമ്മെക്കുറിച്ച് എന്തെങ്കിലും വിധിക്കട്ടെ, എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയട്ടെ, നിന്നെ ഞാൻ അറിയുന്നു. എന്നെ നന്നായി അറിയുന്നവൻ, എന്നെ നന്നായി പുലർത്തുന്നവൻ, നമ്മുടെ അവസ്ഥകളെ അറിയുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ലോകം പറയുന്നു വിശ്വസ്തരായി നടക്കുന്നില്ലേ, എന്തിന് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ മക്കളില്ല 1-2 വർഷങ്ങളില്ല. ആമേൻ. ആയുസ്സിൻ്റെ അവസാനത്തിലേക്ക് വന്നു, വാർദ്ധക്യ പ്രായത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. 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 ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സന്നിധിയിൽ നേരോട് നടക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിഷ്കളങ്കമായി നടക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ നന്മകൾ വന്നിട്ടില്ലെങ്കിലും, നന്മകളും അനുഗ്രഹങ്ങളും വന്നിട്ടില്ലെങ്കിലും, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും, സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയണം, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്, ജീവിതത്തിൽ കർത്താവ് എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. മനുഷ്യൻ ചലിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, മാനുഷികമായ വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കും. അവൻ ദൈവം എഴുന്നേറ്റാൽ ആർക്കും തടയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിഷ്കളങ്കമായി നടക്കുന്ന, നേരോട് നടക്കുന്ന സക്കറിയാവും എലിസബത്തും ഈ കുടുംബത്തിൽ, ഹല്ലേലൂയ, ഒരു ദിവസം സക്കറിയാവിന് ഒരു ഹല്ലേലൂയ അവസരം ലഭിച്ചു ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നാട്യ സ്ഥലത്തായിരിക്കണം, ദൈവം ആക്കി വെച്ച ശുശ്രൂഷയിലായിരിക്കണം. ദൈവം എവിടെ നമ്മെ ആക്കി വെച്ചോ ആ സ്ഥലത്ത്, ആ സ്ഥാനത്ത് നാം നിൽക്കുന്നെങ്കിൽ നമ്മെ സന്ദർശിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. പേര് ലോകത്തിൽ കിട്ടും, പേരും പട്ടങ്ങളും ലോകത്തിൽ കിട്ടും. ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മെ തിരിഞ്ഞു നോക്കുവാൻ ആരും കാണത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അല്പം പേര് വന്നു കഴിഞ്ഞാൽ, അല്പം പ്രശസ്തി വന്നു കഴിഞ്ഞാൽ, അല്പം അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ, അച്ചായ എന്ന് വിളിക്കുവാൻ, അമ്മച്ചി എന്ന് വിളിക്കുവാൻ, ചേട്ടാ എന്ന് വിളിക്കുവാൻ ഈ ലോകം പുറകെ വരും. ഹല്ലേലൂയ. പുറകെ വന്ന് പേര് തരാൻ ഹല്ലേലൂയ ആരെങ്കിലും വന്നാൽ അവരുടെ പുറകെ പോകരുത്. നിന്നെ ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് അന്ത്യം വരെ വിശ്വസ്തയായി നിൽക്കണം, ഉറപ്പോടുകൂടെ നിൽക്കണം. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നാൽ ഹല്ലേലൂയ നിന്നെ സന്ദർശിക്കുവാൻ ദൈവം ദൂതനെ അയക്കും. ഇല്ല, ദൈവം ആക്കി വെക്കാത്ത സ്ഥാനത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ദൂതൻ വരത്തില്ല, ഭൂതം വരും. വല്ലതും കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അബ്രഹാമേ, നീ യാഗം കഴിക്കണം. എവിടെ?
അവൻ ദൈവം നിനക്ക് കാണിച്ച സ്ഥലത്ത്, നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് പോയി നീ യാഗം കഴിക്കണം. അത് ദൂരമുള്ളതാണ്, 3 ദിവസത്തെ യാത്രയുണ്ട്. എന്നാൽ അവിടെ നീ യാഗം കഴിക്കാൻ വന്നാൽ ഇസഹാക്ക് മരിക്കത്തില്ല. ഇസഹാക്കിന് പകരക്കാരനായി ഒരു ആട്ടുകൊറ്റനെ ദൈവം കരുതിയിട്ടുണ്ടാകും. ഇല്ല, തോന്നിയതുപോലെ എവിടെയെങ്കിലും ആരാധിക്കാം. എല്ലാ സഭയാ, എല്ലാ പാസ്റ്ററാ, എല്ലാം ദൈവദാസന്മാരാ, കാണുന്നവരുടെ പുറകിലെല്ലാം പോയേക്കരുത്. പോയാൽ ആമേൻ പ്രതികൂലത്തിലാകുമ്പോൾ ആരും നിന്നെ സഹായിക്കുവാൻ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ദൈവമാക്കി വെച്ച സ്ഥാനത്ത് നിൽക്കുക. സഖറിയാവിനെ കുറിച്ച് ദൈവമാക്കി വെച്ച സ്ഥാനത്ത് അവസരം കാത്തു നിൽക്കുകയാണ്. പ്രസംഗിക്കുവാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അവസരം കിട്ടിയില്ല, മൈക്ക് പിടിക്കുവാൻ ഒരു അവസരം കിട്ടിയില്ല. 1-2 വർഷങ്ങളല്ല, ദീർഘവർഷങ്ങൾ കാത്തിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം നറുക്ക് സഖറിയാവിന്റെ പേരിൽ വീണപ്പോൾ അവൻ ഭയത്തോടെ, ഭക്തിയോടെ, വിറയലോടെ ദൈവസന്നിധിയിൽ ആ വാർത്തിക പിതാവ് ആലയത്തിൽ ധൂപകലശവുമായി വന്നു നിൽക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, സഖറിയാവിന്റെ വലത്ത് ഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി, സഖറിയാവേ നീ ഭയപ്പെടേണ്ട, നിനക്കൊരു തലമുറയെ ഞാൻ തരുമെന്ന് ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ, വിശ്വാസതയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി തക്ക സമയമാകുമ്പോൾ എൻ്റെ അപ്പൻ ഇറങ്ങി വന്ന് സംസാരിക്കും. ഹല്ലേലൂയ. അലഞ്ഞു നടക്കരുത്, അലഞ്ഞു നടക്കരുത്, സഭ വിട്ട് അലയരുത്, കൂട്ടം വിട്ട് അലയരുത്, ഐക്യത വിട്ട് അലയരുത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഓടി നടക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുന്നത് ആത്മാവിൽ കുറിച്ചിട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് നിൽക്കുക. ഹല്ലേലൂയ. മൈക്ക് തരാമെന്ന് പറഞ്ഞത് ഉടനെ എവിടെയെങ്കിലും ഓടരുത്. പാടാൻ അവസരം തരാമെന്ന് പറഞ്ഞ ഉടനെ എവിടെയെങ്കിലും പോകരുത്. നിന്റെ പേര് നോട്ടീസിൽ ഇടാമെന്ന് പറഞ്ഞ ഉടനെ എവിടെയെങ്കിലും പോകരുത്. ദൈവമാക്കി വെച്ച സ്ഥലത്ത് നിൽക്കണം. ആമേൻ. മനസ്സിലായവർ കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. കൈ ഉയർത്താത്തവർക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി തരും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവം അവസരം തരും. നമുക്കുള്ള അവസരം നമ്മെ തേടി വരും. അവസരങ്ങളെ തേടി പോകരുത്. രാജാവാകുവാൻ തേടി പോകരുത്. അവൻ ദാവീദാണെങ്കിൽ നിന്നെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേലിനെ ദൈവം അയക്കും. മനസ്സിലാകുന്നുണ്ടോ? ശമൂവേൽ വരും, വരും, വരും. അവൻ അപ്പന് 8 മക്കളുണ്ടെങ്കിലും നിന്റെ മേലാണ് അവൻ അഭിഷേകം ചെയ്യണമെങ്കിൽ ദൈവം കാട്ടിൽ കിടന്നാലും നിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി കൂടപ്പറപ്പുകളുടെ നടുവിൽ ശത്രുക്കൾക്ക് മുൻപാകെ നിനക്ക് മേജ ഒരുക്കി നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഇല്ല, ആമേൻ. ആളുകളെ സൂപ്പിട്ട് കാണുന്നവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഒരു അബ്സലോമിനെ പോലെ എങ്ങനെയെങ്കിലും സ്ഥാനം കിട്ടണം, എങ്ങനെയെങ്കിലും പദവി കിട്ടണം, സിംഹാസനം കിട്ടണമെന്ന് ചിന്തിച്ചാൽ നീ കയറിയിരിക്കുന്ന കഴുത പോലും നിൻ്റെ കൂടെ ഇരിക്കത്തില്ല. ആമേൻ. നിന്നെ ഹല്ലേലൂയ സ്തോത്രം തലകീഴായി തൂക്കിയിട്ടിട്ട് കഴുത പോകും. അയ്യോ, ഇതൊന്നും എടുത്തതല്ലല്ലോ, വരുന്നുണ്ട്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. സഭ ശ്രദ്ധിക്കണം, വ്യക്തികൾ ശ്രദ്ധിക്കണം. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സഖറിയാവിന് അവസരം കിട്ടിയില്ല. മുമ്പന്മാർ പലരും പോയി, പലരും ശുശ്രൂഷിക്കുന്നു. എന്നാൽ ഒരു തക്ക സമയത്ത് ഒരു ദിവസമേ ശുശ്രൂഷിച്ചെങ്കിലും അത് ദൈവമാക്കി വെച്ചതുപോലെ ആയിരിക്കണം. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഒരു പാട്ട് പാടിയാലും ആ പാട്ടിൽ ഭൂതം വിട്ടുപോകണം. ഒരു കാര്യം ചെയ്താലും, ഒരു ടാക്സ് കൊടുത്താലും ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. കാത്തിരുന്ന ആമേ സഖറിയാവും എലിസബത്തും ആമേ പുറത്ത് ഒരു കൂട്ടം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പറയുന്നുണ്ടോ വചനത്തിൽ? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, സമയം വേഗത്തിൽ പോകുന്നതുകൊണ്ട്. സഭയിൽ ആമേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. ഒരാമേൻ പറഞ്ഞേ. സഭയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. ഹല്ലേലൂയ. 2-3 മാസത്തിന് മുൻപേ ഹല്ലേലൂയ നെയ്യാറ്റുകരയുടെ അടുത്ത് ഒരു ഹല്ലേലൂയ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാൻ ഞാൻ പോയി. അവിടെ സ്വത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ, നല്ലൊരു കുടുംബം, 3 മക്കൾ.
ഹല്ലേലൂയ, ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. സ്തോത്രം. എന്നാൽ വേദന ഉള്ള ഒരു കാര്യം, ആ ദൈവദാസിയുടെ അല്ലെങ്കിൽ ഒരു വലിയ ട്യൂമർ. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് കർത്താവേ? കാരണം പ്രാർത്ഥിക്കുവാൻ ആളില്ല, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, ഉത്തരവാദിത്വം ചെയ്യുവാൻ ആരും ഇല്ല. ഹല്ലേലൂയ. ഉത്തരവാദിത്വം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം. നമ്മൾ പലരും വണ്ടി ഓടിക്കുന്നവരാ. ഈ വണ്ടി ഓടിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടൊന്ന് ചിന്തിച്ചേക്കരുത്. ഹല്ലേലൂയ. വണ്ടി ഓടിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടൊന്ന് ചിന്തിച്ചേക്കരുത്, നല്ല വണ്ടി ആയതുകൊണ്ടുമല്ല. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ കടന്നു വരുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, 2 ബോർവെൽ വണ്ടികൾ, രണ്ടും ഒരേ കമ്പനിക്കാരുടെ ഒരേ സ്ഥലത്ത് വന്നിച്ചിരിക്കുക ഫ്രണ്ടിൽ. ഒരു ബാരിക്കേഡ് ഇരുന്നത് മുമ്പേ പോയ വണ്ടിക്കാരൻ ശ്രദ്ധിച്ചില്ല. അവൻ ബ്രേക്ക് ചവിട്ടി പുറകിൽ വന്ന അവരുടെ കൂടെയുള്ള വണ്ടി അതിനെ ഇടിച്ച് തകർത്തു. ഹല്ലേലൂയ. ഒരേ ഓണറുടെ വണ്ടി, ഒരേ വണ്ടിക്കാർ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ. പ്രതീക്ഷിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കഴിഞ്ഞ ആഴ്ചകളിൽ നാം പോയ സ്ഥലത്ത്, ജോലി സ്ഥലത്ത് നാം വാഹനം ഓടിച്ചപ്പോൾ ദൂതനെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഇടിവിൽ നിൽക്കുന്ന ആരൊക്കെയോ എവിടെയോ ഉണ്ടെന്നുള്ളത് മറക്കരുത്. സംരക്ഷണമിട്ട് പോകരുത്, വേലി ചാടി നടക്കരുത്, കൂട്ടം തെറ്റി പോകരുത്. വേലി വിട്ടു പോയാൽ ചെന്നായി കൂട്ടങ്ങൾ വലിച്ചു കയറും. സംരക്ഷിക്കുവാൻ ആരും ഉണ്ടാകത്തില്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. സക്കറിയാവ് അവസരം കിട്ടി, അവസരത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയോട് ദൈവസന്നിധി വന്നപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ഒരു സക്കറിയാവ്, വെളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭ അതാണ്. അവരൊരു ദൈവദാസൻ പ്രസംഗിക്കുന്നു, പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നു. 11 ദൈവദാസന്മാർ ഇവിടെ ഇരുന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുകയല്ല ചെയ്തത്. ഇവിടെ ഇരുന്ന് നോട്ടും പേപ്പറും എടുത്ത് എന്തെല്ലാം കുറ്റം പറയുന്നു എന്നല്ല ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ ഇരുന്ന് 11 പേരും എഴുന്നേറ്റ് നിന്ന് കൂടെ ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ തുടങ്ങി. അവിടെയാണ് 3000 പേർ രക്ഷിക്കപ്പെട്ടത്. അതാണ് സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവദാസനോട്, ദൈവത്തോട്, ദൈവജനത്തോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ കൂട്ടം തെറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരിക. നിങ്ങളുടെ അനുഗ്രഹത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലിന്. ഇല്ല, ആരാധനമുണ്ട്, നമുക്കൊരു ക്രമമുണ്ട്, നമുക്കൊരു ഇടയനുണ്ട്, നമുക്കായി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്കായി ഇടിവിൽ നിൽക്കുന്നവരുണ്ട്. എന്തിന്? നാം മരിച്ചാൽ കുഴിച്ചിടുവാനും ആളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഒരു കാല്, ഇവിടെ ഒരു കാല് വെച്ച് നിൽക്കരുത്. ദൈവത്തിന് വേണ്ടി നിൽക്കുക. നിൽക്കുന്നവരെ ദൈവം ഉയർത്തും, അനുഗ്രഹിക്കും. നല്ല കരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ പകൽക്കാലം. ഹല്ലേലൂയ. സക്കറിയാവ് അങ്ങനെ നിൽക്കുന്നു. അവൻ്റെ അടുത്ത് ദൂതൻ പ്രത്യക്ഷനായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങി വരും. കുടുംബ ബന്ധത്തിൽ ദൂതൻ ഇറങ്ങി വരും.
മക്കൾ ജനിക്കുമ്പോൾ അതിന് എന്നെ പേരിടണം, അവനെ എങ്ങനെ വളർത്തണം എന്ന് പറയുവാൻ ദൂതന്മാരെ ദൈവം അയക്കും. നമുക്ക് ഓരോ തലമുറകളെ ദൈവം തന്നെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ മടങ്ങി വരിക. ഹല്ലേലൂയ. നമുക്ക് മക്കളെ ദൈവം നൽകിയെങ്കിൽ ഈ മക്കൾ ഹല്ലേലൂയ വലിഞ്ഞു കയറി വന്നതല്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ മക്കൾ ആരും വലിഞ്ഞു കയറി വന്നതല്ല. ഇല്ല, നമ്മൾ പദ്ധതി ഇട്ടത് കൊണ്ട് കിട്ടിയതും അല്ല, ദൈവം നൽകിയ ദാനമാണ്. ദൈവം നൽകിയ ദാനമാണ്. മക്കൾക്ക് വേണ്ടി ആഴ്ച ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ മേലെ, മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരു ദിവസം കരയാൻ മേലെ, അവൻ തലമുറ അനുഗ്രഹിക്കപ്പെടണം എന്ന് പറയാൻ മേലെ, ഹല്ലേലൂയ. മക്കളെ ശപിക്കരുത്, മക്കളെ ഹല്ലേലൂയ ശപിക്കരുത് എന്ന് പറയുന്നു. മക്കളെ ശപിക്കരുത്. ആ തലമുറയെ തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ തലമുറയ്ക്ക് മാതൃകയായി കാണണം. ഹല്ലേലൂയ. സഹോദരന്മാരോട് പറയാം, അവൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അവൻ ഹല്ലേലൂയ ഒരു സർവേ പറയുന്നു, അവൻ സഹോദരന്മാർ അപ്പന്മാർ രക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ 95% മക്കളും ദൈവത്തിന് വേണ്ടി നിൽക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പൻ രക്ഷിക്കപ്പെട്ട് അപ്പൻ ദൈവഭയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 95% ദൈവത്തിന് വേണ്ടി നിൽക്കും. അപ്പൻ തല്ലുപൊടിയാണെങ്കിൽ, അപ്പൻ ആരാധനയ്ക്ക് വരാതെ ഉപേക്ഷിച്ച് നടക്കുന്നവനാണെങ്കിൽ, അപ്പൻ തോന്നിയ വാസം നടക്കുന്നവനാണെങ്കിലും അമ്മ ശക്തമായി പ്രാർത്ഥിക്കും. അമ്മ ദൈവസന്നിധി വരത്തില്ല. മക്കള്, നിങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൻ മോശമായ കുടുംബത്തിൽ, അപ്പൻ ആത്മീകനല്ലാത്ത കുടുംബത്തിൽ മക്കൾ ഏതാണ്ട് 55% പേർ വഴിതെറ്റിയവരായിരിക്കും. ചുരുക്കം പേരെ ദൈവത്തിന് വേണ്ടി നിൽക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം സക്കറിയാവേ, നീ കർത്താവിന് വേണ്ടി നിൽക്ക്. എലിശബത്തെ, നീ കർത്താവിന് വേണ്ടി നിൽക്ക്. നാളേക്ക് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ മക്കൾ എഴുന്നേറ്റ് പറയണം, എൻ്റെ പിതാവ് കർത്താവിനെ സേവിക്കുന്നവനായിരുന്നു, എൻ്റെ അമ്മ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനായിരുന്നു. കുഞ്ഞെ, ഹല്ലേലൂയ, അതുകൊണ്ട് നീ ഭാരപ്പെടരുത്. എൻ്റെ അപ്പൻ വഴിതെറ്റിയവനാണ്, ഞാൻ തെറ്റിപ്പോകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൻ നേരെ ഇരുന്നാൽ മക്കൾ നേരെ നിൽക്കും. എന്നാൽ നിനക്കങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ നീ ഭാരപ്പെടണ്ട. കർത്താവിനെ നീ മുറുകെ പിടിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ. അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത ആമേൻ ഒരു എസ്തറിനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ അപ്പനില്ലാതെ അമ്മയില്ലാതെ ജനിച്ചു വീണ് ആ എസ്തറിനെ ആമേൻ ഹല്ലേലൂയ ഉയർത്തുവാൻ, അവളെ പഠിപ്പിക്കുവാൻ ഒരു അപ്പനെ ദൈവം നൽകിയെങ്കിൽ നമുക്ക് നല്ല അപ്പനായി, നല്ല നാഥനായി കർത്താവ് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം അതല്ലേ പാടിയത്? അപ്പാവും നീരേ അമ്മാവും നീരേ നാനുന്തൻ പിള്ളയണ്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നല്ല അപ്പനായി, നല്ല അമ്മയായി, നല്ല നാഥനായി, നല്ല കൂടപ്പറപ്പായി എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവമാണ് ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിനക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരുവാൻ പോകുന്നു, നിനക്കൊരു തലമുറയെ തരും. 2024 മാർച്ച് മാസം ഈ 24-ാം തീയതി ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായി വിളിച്ചു പറയട്ടെ, കുടുംബങ്ങളുടെ അകത്ത് യോഹന്നാന്മാർ ജനിക്കും, സഭയ്ക്കകത്ത് യോഹന്നാന്മാർ ജനിക്കും, ദേശത്തിൽ ചില യോഹന്നാന്മാരെ കർത്താവ് ജനിപ്പിക്കും. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി. ആ കാലഘട്ടം ഹല്ലേലൂയ ആമേൻ റോമ സാമ്രാജ്യമുള്ള കാലഘട്ടം, ആ കാലഘട്ടം ഹേരോദാസുള്ള കാലഘട്ടം, ആ കാലഘട്ടം പരിശീലന്മാരുള്ള കാലഘട്ടം, ആ കാലഘട്ടം ദൈവഭയമില്ലാത്ത കാലഘട്ടം, ആ കാലഘട്ടം ദൈവ ശബ്ദമില്ലാത്ത കാലഘട്ടം, ആ കാലഘട്ടം യാഗങ്ങളില്ലാത്ത കാലഘട്ടം, ആ കാലഘട്ടം പ്രമാണം നഷ്ടപ്പെട്ട കാലഘട്ടം. എന്നാൽ ഏത് കാലഘട്ടത്തിലും ഏത് സീസണിലും പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുമ്പോൾ ദൈവജനം ഒന്ന് ആമേൻ തിരിച്ചറിയണം. ആമേൻ 10 വർഷങ്ങളായി ഹല്ലേലൂയ BJP ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നു. ഒരുപക്ഷെ നാം ചിന്തിക്കാം, ഈ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ ഹല്ലേലൂയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതുകൊണ്ട് സഭ വളർന്നില്ല, സഭ തകർന്നു പോയെന്ന്. ഇല്ല ഇല്ല ഇല്ല. ഇതുവരെ ഇന്ത്യയിൽ സഭ വളർന്നതിനേക്കാൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളെ വളർന്നതിനേക്കാൾ കഴിഞ്ഞ ഈ 10 വർഷങ്ങളിൽ ആയിരങ്ങളുള്ള സഭകൾ, 10,000ങ്ങളുള്ള സഭകൾ, ലക്ഷങ്ങളുള്ള സഭകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എഴുന്നേറ്റു. കാരണം എന്തെന്നറിയാമോ? ഏത് സീസൺ ആയാലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ
കഴിയും. ഏത് കാലഘട്ടമായാലും എൻ്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. ആന്ധ്രയിൽ ലക്ഷങ്ങളുള്ള പല സഭകളുണ്ട്. പഞ്ചാബിൽ ലക്ഷങ്ങൾ കൂടി ആരാധിക്കുന്ന സഭകളുണ്ട്. ഡൽഹിയിൽ 10,000 കൂടി ആരാധിക്കുന്ന സഭകളുണ്ട്. എന്തിന്? ഗുജറാത്തിൽ ഹല്ലേലൂയ ലക്ഷങ്ങൾ കൂടി ആരാധിക്കുന്ന സഭയുണ്ട്. ഇത് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരെ കേൾക്കട്ടെ. ഹല്ലേലൂയ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഉപദ്രവങ്ങൾ പെരുകുമ്പോൾ ഹേരോദാസല്ല, ഫറവോനല്ല, ഏത് തമ്പുരാൻ വന്നാല് ജീവിക്കുന്ന എന്റെ ദൈവമുണ്ടെങ്കിൽ ദൈവമാണ് സഭയെ പണിയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും. ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ആരാധനയിൽ ദൂതൻ ഇറങ്ങി വരും. ആരാധനയിൽ ദൂതൻ സഭയ്ക്കകത്ത് ഇറങ്ങി വരും. യാഗപീഠത്തിൽ ദൂതൻ ഇറങ്ങി വരും. ദൂതൻ ഇറങ്ങി വന്നാൽ വാഗ്ദത്തങ്ങൾ വെളിപ്പെടും. ഒരു യോഹന്നാൻ ജനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ മനോഹരമായ ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. ദൂതൻ അവനോട് പറഞ്ഞത് സഖറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവൻ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. മതി. ഹല്ലേലൂയ. ഒന്നാമത്തെ ദൂത്, നീ ഭയപ്പെടേണ്ട. പറഞ്ഞേ, നീ ഭയപ്പെടേണ്ട. മനുഷ്യൻ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാകും. എന്നാൽ കർത്താവ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഭയം മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. 2, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിച്ച വിഷയം, നാളുകളായി കരഞ്ഞ വിഷയം, നാളുകളായി നിന്ദകൾ അനുഭവിച്ച വിഷയം. മനുഷ്യൻ്റെ മുൻപിൽ നീ നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്വന്തക്കാരുടെ മുൻപിൽ നിന്ദിക്കപ്പെട്ടു, സഭയിൽ നിന്ദിക്കപ്പെട്ടു, ദേശത്തിൽ നിന്ദിക്കപ്പെട്ടു. നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആരും വന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. ദൂതൻ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്ന് പറയട്ടെ ഇന്ന് ചിലരോട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. നീ നാളുകളായി കരയുന്ന വിഷയങ്ങൾക്ക്, മനുഷ്യനോട് പറയുവാൻ കഴിയാതെ നിന്റെ കിടക്കയിൽ കരയുന്ന വിഷയങ്ങൾക്ക് ഉത്തരമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഉത്തരം വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറും. സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നു കഴിഞ്ഞാൽ ജയിലറയ്ക്കകത്ത് ദൂതൻ വരും. സ്വർഗത്തിൽ നിന്ന് ഉത്തരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ മരിച്ചവൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ഉത്തരം നൽകുന്നു. ആമേൻ. കർത്താവ് ഉത്തരം നൽകുന്നു. ചിലരോട് വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. കരയുന്നവരാരെങ്കിലും ഉണ്ടോ? ഉപവസിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വീട്ടിന്റെ കത്ത് കാലിലെ ഞരങ്ങുന്നവരാരെങ്കിലും ഉണ്ടോ? കണ്ണുനീരോടെ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായി പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. ഹല്ലേലൂയ. നീ അറിയാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. മേൽത്തരമായ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ വിചാരങ്ങൾക്കപ്പുറമായി ദൈവത്തിനും പ്രവർത്തിക്കുവാൻ പദ്ധതിയുണ്ട്. തലമുറ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ നിനക്ക് ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുന്ന തലമുറയെ ദൈവം കൊണ്ടുവരുവാൻ പോകുന്നു. ആമേൻ. അനേകരെ സ്നാനപ്പെടുത്തുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. നിനക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. നിനക്ക് ആനന്ദമുണ്ടാകുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. നിന്റെ തലമുറയെ കണ്ട് നീ കരയത്തില്ല. നിന്റെ തലമുറ മുഖാന്തരം നീ കണ്ണുനീര് തൂവത്തില്ല. നീ തലമുറയെ കുറിച്ച് ശപിക്കരുത്. ഇവൻ ജനിച്ചത് ഏത് നക്ഷത്രമാണോ, ഇവൻ ജനിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയം എന്ന് പറയരുത്. ഈ തലമുറ മുഖാന്തരം സന്തോഷമുണ്ടാകും. ജീസസ്. ഹല്ലേലൂയ.
ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സഭയിൽ ഒരു കുഞ്ഞിൻ്റെ ഒന്നാമത്തെ പിറന്നാൾ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അന്നൊരു പ്രാർത്ഥന നടക്കുന്നു. കുടുംബം അലങ്കോലമായിരിക്കുന്നു. പലവിധമായ കണ്ണുനീരിൻ്റെ താഴ്വര, വേദനകൾ. ഹല്ലേലൂയ. പല വിഷയങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ആളിനെ എല്ലാം തപ്പി പിടിക്കും. ഹല്ലേലൂയ, സ്തോത്ര. പ്രാർത്ഥനയ്ക്ക് പോയിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ദൂത് തന്നു. ഇതേ വചനം തന്നു. അവൻ്റെ ജനന മുഖാന്തരം അനേകർ സന്തോഷിക്കും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഞാനവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭാരമാറി, സന്തോഷമായി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്ന് പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് കള്ളം പറയുന്നവനല്ല. തകർന്നു പോകേണ്ടതിന്, മരിച്ചു പോകേണ്ടതിന്, ഇടിഞ്ഞു പോകേണ്ടതിന്, ചോദ്യചിഹ്നമാകേണ്ടതിന് ദൈവം പണിതുയർത്തി നിർത്തി, നിലനിർത്തി. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുകയാണ്, സഖരിയാവേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് ഒരു തലമുറയെ ദൈവം തരും. അവൻ്റെ ജനന മുഖാന്തരം നിനക്ക് സന്തോഷമുണ്ടാകും. നിനക്ക് ഹല്ലേലൂയ സ്തോത്രം, ഉത്സവമായി നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നു. തലമുറകളെ ദൈവത്തിന് വേണ്ടി വളർക്കണം. അപ്പനും അമ്മയും ആ പ്രവചനം കേട്ടിട്ട് ആ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി വളർക്കുവാൻ സമർപ്പിച്ചു. പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ പകർച്ച ഈ ആലയത്തിൽ നടന്നു. ചിലരെയെല്ലാം ദൈവം തൊട്ടു. ഹല്ലേലൂയ. നീ സമർപ്പിച്ച് വന്നത് ദൈവം കണ്ടു. ഹല്ലേലൂയ. കുഞ്ഞെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മേൽ വെളിപ്പെടും.